വാട്ട് ടൈം ഡു യു ഗെറ്റ് അപ്പ്? എത്ര മണിക്കാണ് നിങ്ങൾ സാധാരണ എണീക്കാറ്? ഐ ഗെറ്റ് അപ്പ് അബൌട്ട് 7:15. സാധാരണ ഒരു 7:15 ആകുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കാറ്. വാട്ട് ടൈം ഈസ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് യുവർ ഹൗസ്? എത്ര മണിക്കാണ് നിങ്ങളുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവാറ്? ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഓൾവേസ് അറ്റ് 7:45. 7:45 ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക. 7:45 എന്ന് പറഞ്ഞാൽ 7:45. Okay, conversation B, free time activities. What do you usually do in the afternoon? സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ എന്താ ചെയ്യാറ്? We usually study or read. ഞങ്ങൾ വല്ലതും പഠിക്കും അല്ലെങ്കിൽ വായിക്കും. What do you generally do over the weekend? നിങ്ങൾ പൊതുവിൽ വാരാവസാനത്തിൽ വീക്കെൻഡിൽ എന്താ ചെയ്യാറ്? ഔട്ടിങ്ങിന് പോകാറാണോ മറ്റോ ആണോ? We generally enjoy sports and visit friends. ഞങ്ങൾ ചില ഗെയിംസും കാര്യങ്ങളും ഫ്രണ്ട്സിനെയൊക്കെ കാണാനൊക്കെ പോയിട്ട് അങ്ങ് അടിച്ചു പൊളിക്കും. ഡു യു എവർ ഗോ ടു മ്യൂസിയം? അടുത്ത കോൺവെർസേഷനുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും മ്യൂസിയത്തിൽ പോയിട്ടുണ്ടോ? ഡു യു എവർ ഗോ ടു മ്യൂസിയംസ്? നിങ്ങൾ എപ്പോഴെങ്കിലും മ്യൂസിയത്തിൽ പോയിട്ടുണ്ടോ? ഇപ്പോൾ ഡിഡ് യു എന്നാ പറയേണ്ടതെന്ന് തോന്നുന്നു. ഡു യു എവർ ഗോ ടു മ്യൂസിയംസ്? നിങ്ങൾ എപ്പോഴെങ്കിലും മ്യൂസിയത്തിൽ പോകാറുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. ഐ ഗോ എവറി നൗ ആൻഡ് ദെൻ. ഞാൻ എല്ലായ്പ്പോഴും പോകാറുണ്ട്. എവറി നൗ ആൻഡ് ദെൻ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ. വാട്ട് കൈൻഡ്സ് ഓഫ് തിങ്സ് ഡു യു ലൈക്ക് ടു സീ? അവിടെ നിങ്ങൾ എന്തൊക്കെ വസ്തുക്കളാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? ഐ എൻജോയ് സീയിങ് സ്റ്റാച്യൂസ് ആൻഡ് ഓൾഡ് പെയിൻറ്റിങ്സ്. പഴയ ചിത്രങ്ങളും പ്രതിമകളും ഒക്കെ കാണുന്നതാണ് ഞാൻ ആസ്വദിക്കാറ്. കോൺവെർസേഷൻ ഡി, ടി വി കാണുന്നേ വന്നപ്പോഴാണ്. ഡു യു വാച്ച് ടെലിവിഷൻ വെരി ഓഫൺ? പലപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങൾ ടി വി കാണാറുണ്ടോ? വെൽ, ഐ സംടൈംസ് വാച്ച് ഇൻ ദ ഈവനിങ്. അതായത് ഞാൻ വൈകുന്നേരമാണ് ചില സമയത്ത് കാണാറ്. ഡിഡ് യു വാച്ച് ടെലിവിഷൻ ലാസ്റ്റ് നൈറ്റ്? ഇന്നലെ രാത്രി അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രി നിങ്ങൾ ടി വി കണ്ടിരുന്നോ? യെസ് ഐ ഡിഡ്. ഐ സോ സെവറൽ ഗുഡ് പ്രോഗ്രാംസ്. ഞാൻ ഒരുപാട് നല്ല പരിപാടികൾ ടി വിയിൽ കണ്ടു. ഇനി കോൺവെർസേഷൻ ലിസണിങ് ദ റേഡിയോ. ഡു യു എവർ ലിസൺ ടു ദ റേഡിയോ? നിങ്ങളെപ്പോഴെങ്കിലും റേഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സെർട്ടൻലി, തീർച്ചയായിട്ടും. ഇൻഫാക്ട് ഐ ലിസൺ പ്രാക്ടിക്കലി എവറി നൈറ്റ്. ഞാൻ എല്ലാ രാത്രിയും ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം റേഡിയോ കേൾക്കാറുണ്ട്. വാട്ട്സ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാം? ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി? ഐ ലൈക്ക് ദ 11 o'clock തിയേറ്റർ ബെസ്റ്റ് ഓഫ് ആൾ. 11 o'clock തിയേറ്റർ എന്ന് പറഞ്ഞ പരിപാടിയാണ് എനിക്കിഷ്ടം. ഇനി ആസ്കിങ് അബൌട്ട് ടൈം, സമയത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. വാട്ട് ടൈം ഡു യു ഗെറ്റ് അപ്പ്? എത്ര മണിക്കാണ് നിങ്ങൾ എണീക്കാറ്? വാട്ട് ടൈം ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങൾ ഏത് സമയത്താണ്, എത്ര മണിക്കാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്? വാട്ട് ടൈം ഡു യു ഹാവ് ലീവ് ഹോം? നിങ്ങളെപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്? വീട്ടിലേക്ക് പോവാറ്? വാട്ട് ടൈം ഡു യു ലീവ് ഫോർ വർക്ക്? നിങ്ങൾ എത്ര മണിക്കാണ് ജോലിക്ക് ഇറങ്ങാറ്? വാട്ട് ടൈം ഡു യു റിട്ടേൺ ഹോം? എത്ര മണിക്കാണ് നിങ്ങൾ വീട്ടിലെത്താറ്? വാട്ട് ടൈം ഡു യു ഗോ ടു ബെഡ്? നിങ്ങൾ എത്ര മണിക്കാണ് കിടക്കാൻ പോവാറ്? അപ്പോൾ ഐ ഗെറ്റ് അപ്പ് അറ്റ് 7:15. ഞാനൊരു 7:15 എണീക്കും. ഐ ബ്രേക്ക്ഫാസ്റ്റ് അബൌട്ട് 8:15. ഒരു 8:15 ആകുമ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഐ ലീവ് ഹോം അറ്റ് 8:45. ഒരു 8:45 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഐ ഗോ ടു ബെഡ് അബൌട്ട് 11 o'clock. ഒരു 11 മണിക്ക് ഞാൻ കിടക്കാൻ പോകും. ഇനി വാട്ട് ടൈം ഡു യു ഗോ ടു ബെഡ്? വെൻ ഡു യു ഗോ ടു ബെഡ്? വാട്ട് ടൈം ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? വെൻ ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? ഏത് സമയത്ത്, എപ്പോൾ? റിപ്പീറ്റേഷനാണ്. ഓക്കെ. നെക്സ്റ്റ് ഫ്രീക്വൻസി. ഡു യു വാച്ച് ടി വി ഓഫൺ? പലപ്പോഴായിട്ട് എല്ലായ്പ്പോഴും നിങ്ങൾ സിനിമ കാണാറുണ്ടോ? യെസ് ഐ ഡു. ഹൗ ഓഫൺ ഡു യു വാച്ച് ടി വി? എങ്ങനെയെല്ലാമാണ് നിങ്ങൾ ടി വി കാണാറ്? അപ്പോൾ ഹി വാച്ചസ് ടോയ്സ് എ വീക്ക്. ആഴ്ചയിൽ 2 ദിവസം കാണും. ഡു ദ ബോയ്സ് വാച്ച് ടി വി ഓഫൺ? ആൺകുട്ടികൾ എല്ലായ്പ്പോഴും ടി വി കാണാറുണ്ടോ? യെസ് ദേ ഡു. ഹൗ ഓഫൺ ഡു ദേ ബോയ്സ് വാച്ച് ടി വി? എപ്പോഴെല്ലാമാണ് ആൺകുട്ടികൾ സിനിമ കാണാറ്? ദേ വാച്ച് ടോയ്സ് എ വീക്ക്. ഓക്കെ. ഇനി ഡിഡ് യു വാച്ച് ടി വി ലാസ്റ്റ് നൈറ്റ്? കഴിഞ്ഞ ദിവസം ടി വി കണ്ടോ? യെസ് ഐ ഡിഡ്. ഐ വാച്ച്ഡ് ടെലിവിഷൻ. ഡിഡ് യു ലിസൺ ടു റേഡിയോ? യെസ് ഐ ഡിഡ്. ഐ ലിസൺ ടു റേഡിയോ. ഡിഡ് യു ഗോ ടു എ മൂവി? നിങ്ങൾ സിനിമയ്ക്ക് പോയോ? യെസ് ഐ ഡിഡ്. വെൻ ടു എ മൂവി? യെസ് ഐ ഡിഡ്. ഐ വെൻ ടു എ മൂവി കേട്ടോ. ഐ ഡിഡ് വെൻ ടു എ മൂവി എന്ന് പറയൂല. ഡിഡ് യു ഗോ ടു ദ ലൈബ്രറി? നിങ്ങൾ ലൈബ്രറി പോയിരുന്നോ? യെസ് ഐ ഡിഡ്. ഐ വെൻ ടു ദ ലൈബ്രറി. ഞാൻ ലൈബ്രറി പോയി. ഡിഡ് യു അറ്റൻഡ് എ കൺസേർട്ട്? നിങ്ങൾ കൺസേർട്ട് അറ്റൻഡ് ചെയ്തിരുന്നു? യെസ് ഐ ഡിഡ് അറ്റൻഡ്. യെസ് ഐ ഡിഡ്. ഐ അറ്റൻഡ് ദ കൺസേർട്ട്. ഡിഡ് യു വിസിറ്റ് എ മ്യൂസിയം?
നിങ്ങളൊരു മ്യൂസിയം സന്ദർശിച്ചോ? യെസ് ഐ ഡിഡ്. ഐ വിസിറ്റഡ് എ മ്യൂസിയം. ഇനി യൂഷ്വലി ഹീസ് ഹാപ്പി. അദ്ദേഹം ഹാപ്പിയാണ്. ഹീസ് യൂഷ്വലി ഹാപ്പി. സാധാരണ അദ്ദേഹം ഹാപ്പിയാണ്. ദേ ആർ യൂഷ്വലി അറ്റ് ഹോം. സാധാരണ അവർ വീട്ടിലുണ്ടാവാറ്. ഷീസ് യൂഷ്വലി ദർ. സാധാരണ അവർ വീട്ടിലുണ്ടാവാറുണ്ട്. യു ആർ യൂഷ്വലി ഇൻ യുവർ ഓഫീസ്. സാധാരണ നിങ്ങൾ ഓഫീസിലുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ് 7. ഹി റൈറ്റ്സ് കെയർഫുള്ളി എന്നതിൻ്റെ കൂടെ യൂഷ്വലി ആഡ് ചെയ്യുക. അവൻ സാധാരണയായി. ഹി യൂഷ്വലി റൈറ്റ്സ് കെയർഫുള്ളി. ദേ യൂഷ്വലി പ്രാക്ടീസ് അറ്റ് ഹോം. സാധാരണയായിട്ട് അവർ വീട്ടിലാണ് പ്രാക്ടീസ്. ഷീ യൂഷ്വലി റീഡ്സ് പോപ്പുലർ നോവൽസ്. അവൾ സാധാരണ വളരെ ഫേമസ് ആയ നോവൽസൊക്കെയാണ് വായിക്കാറ്. ദേ ലീവ് ഹോം ഏർലി. ദേ യൂഷ്വലി ലീവ് ഹോം ഏർലി. ഓക്കെ, നെക്സ്റ്റ് ഹാബിറ്റ്സ് പറയാണ്. ഹീസ് കൈൻഡ് ടു ദം. അവൻ എന്താണ് അവരോട് ഭയങ്കര ദയുള്ള ആളാണ്. ഹീസ് ഓൾവേസ് കൈൻഡ് ടു ദം. അവൻ അവരോട് എല്ലായ്പ്പോഴും ദയുള്ള ആളാണ്. ദേ ഓൾവേസ് ഹെൽപ്പ് ഹർ. അവർ എല്ലായ്പ്പോഴും അവളെ സഹായിക്കുന്നു. വി ആർ ബിസി ഓൺ ഫ്രൈഡേ. വി ആർ ഓൾവേസ് ബിസി ഓൺ ഫ്രൈഡേ. എല്ലാ വെള്ളിയാഴ്ചകളും ഞങ്ങൾ പൊതുവേ തിരക്കാണ്. ഐ വർക്ക് എക്സ്ട്രാ അവേഴ്സ്. ഐ ഓൾവേസ് വർക്ക് എക്സ്ട്രാ അവേഴ്സ്. ഞാൻ എക്സ്ട്രാ ജോലി എടുക്കാറുണ്ട്. ദേ ആർ പൊളൈറ്റ് ടു അസ്. അവർ നമ്മളോട് വളരെ മാന്യമായിട്ടാണ് ബിഹേവിയർ. ദേ ആർ ഓൾവേസ് പൊളൈറ്റ് ടു അസ്. എല്ലായ്പ്പോഴും നമ്മളോട് അങ്ങനെ തന്നെയാണ്. ഹി ഡ്രിങ്ക്സ് ബ്ലാക്ക് കോഫി. ഹി ഓൾവേസ് ഡ്രിങ്ക്സ് ബ്ലാക്ക് കോഫി. ഓക്കെ, നെക്സ്റ്റ് ആസ്കിങ് അബൌട്ട് ആൾവേസ്. ഹി ഓൾവേസ് വർക്ക്ഡ് ഹാർഡ്. എല്ലായ്പ്പോഴും അവൻ കഠിനമായി ധരിച്ചു. ഡസ് ഹി ഓൾവേസ് വർക്ക് ഹാർഡ്? ഹി ഓൾവേസ് വർക്ക്സ് ഹാർഡ് കേട്ടോ. എല്ലായ്പ്പോഴും അവൻ കഠിനമായി അധ്വാനിക്കും. അവൻ എല്ലായ്പ്പോഴും കഠിനമായി അധ്വാനിക്കാറുണ്ടോ? ദേ ആർ ഓൾവേസ് ലേറ്റ്. ദേ ആർ ഓൾവേസ് ലേറ്റ്. ആർ ദേ ഓൾവേസ് ലേറ്റ്? അവരെല്ലായ്പ്പോഴും വൈകിട്ടാണ് വരാറ്. ഷീ ഈസ് ഓൾവേസ് സീരിയസ്. അവൾ പലപ്പോഴും വളരെ സീരിയസ് ആണ്. യെസ് ഷീ ഓൾവേസ് സീരിയസ്. എല്ലായ്പ്പോഴും അവൾ സീരിയസ് ആണോ? ദേ ഓൾവേസ് സ്പീക്ക് ഇംഗ്ലീഷ്. അവരെല്ലായ്പ്പോഴും ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. ഡു ദേ ഓൾവേസ് സ്പീക്ക് ഇംഗ്ലീഷ്? അവരെല്ലായ്പ്പോഴും ഇംഗ്ലീഷിലാണോ സംസാരിക്കുന്നത്? ഇത് നമ്മൾ ക്വസ്റ്റ്യൻ്റെ പാർട്ടിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബേസിക് സ്ട്രക്ചറിൽ. ഹി ഓൾവേസ് റൈറ്റ്സ് കെയർഫുള്ളി. അവൻ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചാണ് എഴുതുക. ഡസ് ഹി ഓൾവേസ് റൈറ്റ് കെയർഫുള്ളി? അങ്ങനെ തന്നെ അല്ലേ? ഷീ ഈസ് ഓൾവേസ് പേഷ്യൻ്റ് വിത്ത് ഹിം. എല്ലായ്പ്പോഴും അവൻ്റെ കൂടെ ക്ഷമിച്ചാണ് അവർ നിൽക്കാറ്. ഇസ് ഷീ ഓൾവേസ് പേഷ്യൻ്റ് വിത്ത് ഹിം? അങ്ങനെ തന്നെ അല്ലേ? ദേ ഓൾവേസ് വെയിറ്റ് ഫോർ ഹർ. അവർ എല്ലായ്പ്പോഴും അവൾക്ക് വേണ്ടി കാത്തിരിക്കും. ഡു ദേ ഓൾവേസ് വെയിറ്റ് ഫോർ ഹർ? അവർ എല്ലാ സമയത്തും അവർക്ക് വേണ്ടി കാത്തിരിക്കാറില്ലേ? ഓക്കെ.